അഭിജിത്ത് എന്ന പേരിന് ഇപ്പോൾ പോരാളി എന്നും ജയിച്ചവൻ എന്നുമൊക്കെയാണ് അർത്ഥം. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. എതിരാളികളുടെ വിമർശനങ്ങളും സംശയങ്ങളും വകവയ്ക്കാതെ പ്രസ്ഥാനത്തെ പിന്തുണച്ചതിന് രാജ്യമെമ്പാടുമുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്തുണക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. ജന്തർ ബദറിൽ ഏകദേശം 37 ദിവസം നീണ്ടുനിന്ന പ്രതിഷേധം അവസാനിച്ചതിന് ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്ന് യാതൊരു ആശങ്കയുമില്ലാതെ കഴിഞ്ഞ രാത്രിയിൽ തനിക്ക് ശാന്തമായി ഉറങ്ങാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ന് രാവിലെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 37 ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ മുഴുവൻ ടീമിനും അത് എളുപ്പമായിരുന്നില്ല. എതിരാളികളുടെ വിമർശനങ്ങളും സംശയങ്ങളും വകവയ്ക്കാതെ ചോദ്യം ചെയ്യാതെ പ്രസ്ഥാനത്തെ പിന്തുണച്ചതിന് രാജ്യമെമ്പാടുമുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്തുണക്കാർക്ക് ദീപ്കെ നന്ദി പറഞ്ഞു. എല്ലാറ്റിനുമുപരി ഇന്ത്യയിൽ ഉടനീളമുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഓരോ പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളെ പിന്തുണച്ച, വിശ്വസിച്ച, എല്ലാവരും സംശയിച്ചപ്പോൾ ഞങ്ങളെ സ്നേഹിച്ച ആളുകൾക്ക് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അഭിജിത്തിന്റെ വാക്കുകൾ. നിങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജന്തർ മന്ദറിൽ തടച്ചുകൂടിയ അനുയായികളോട് നേരിട്ട് കാണാൻ കഴിയാത്തതിൽ CJP സ്ഥാപകന്റെ ക്ഷമാപണവുമുണ്ട്. എനിക്ക് ശരിക്കും ക്ഷമ ചോദിക്കണം. ജന്തർ മന്ദറിൽ കാത്തുനിന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചില്ല, നന്ദി പറയാൻ കഴിഞ്ഞില്ല. കാരണം തനിക്ക് ടൈഫോയിഡ് ആണെന്നും കടുത്ത പനിയുണ്ട് എന്നും നിങ്ങൾക്കറിയാം. എന്റെ താപനില 101 ഡിഗ്രി ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വീട്ടിലേക്ക് പോരേണ്ടി വന്നത്. പ്രക്ഷോഭത്തിലുടനീളം പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്നവരോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. 37 ദിവസമായി ജന്തർ മന്ദറിൽ കാത്തിരുന്ന എല്ലാ ആളുകൾക്കും ഞാൻ നിങ്ങളെ ഓരോരുത്തർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തതിന് ഞാൻ ശരിക്കും നന്ദിയുള്ളവനാണെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാം ഞാൻ ശരിക്കും സ്നേഹിക്കുന്നു. നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിത് നേടാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും സല്യൂട്ട്. പാർട്ടിയെ വിമർശിച്ചവരെയും ദീപ്കെ അംഗീകരിച്ചു. അവരുടെ സംശയങ്ങളും ചോദ്യങ്ങളും സംഘടന മെച്ചപ്പെടുത്താൻ സഹായിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളെ സംശയിച്ചവരോടും വിമർശിച്ചവരോടും, നിങ്ങൾ ഗൗരവമുള്ളവരല്ല എന്ന് ചോദിച്ചവരോടും, പ്രതിഷേധിക്കാൻ അറിയാത്തവരോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മെച്ചപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. കോക്രോച്ച് ജനതാ പാർട്ടി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കും. തീർച്ചയായും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. നീറ്റ് വിഷയത്തിൽ ജന്തർ മന്ദറിൽ 36 ദിവസമായി നടത്തിവന്ന പ്രതിഷേധം ശനിയാഴ്ച കോക്രോച്ച് ജനതാ പാർട്ടി പിൻവലിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിഷേധം പിൻവലിച്ചത്. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ ഫയൽ ചെയ്ത FIR പിൻവലിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതായി പാർട്ടി അറിയിച്ചു. സർക്കാരുമായി നിരവധി തവണ നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് രാജ്യത്തുടനീളം പ്രക്ഷോഭം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് CJP വക്താവ് സൗരവ് ദാസ് പറഞ്ഞത്. സംബന്ധിച്ച നിബന്ധനകൾ സംബന്ധിച്ച സമയപരിധിക്കുള്ളിൽ നടപ്പാക്കും എന്ന നല്ല വിശ്വാസത്തോടെയും ധാരണയോടെയും ഞങ്ങൾ പ്രക്ഷോഭം പിൻവലിക്കുന്നു എന്ന് CJP പ്രഖ്യാപിച്ചു. സർക്കാർ മധ്യസ്ഥരായ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരോടൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ അവർ അറിയിച്ചതാണ് ഈ വിവരം. മറ്റൊരു CJP വക്താവ് അസ്തോഷ് റാങ്കെയിംസ് ദാസിനെ യോഗത്തിൽ അനുഗമിച്ചു. 36 ദിവസത്തെ പ്രതിഷേധങ്ങൾക്ക് ശേഷം സർക്കാർ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതിനാൽ പ്രതിഷേധ സ്ഥലങ്ങൾ സമാധാനപരമായി പിൻവാങ്ങി വീട്ടിലേക്ക് പോകാൻ ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് CJP ആവശ്യപ്പെട്ടത്. എന്തായാലും ഇപ്പോ അഭിജിത്ത് ദീപ്കെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു ഹീറോ ആയിരിക്കുകയാണ്. ശരിക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിന് മുന്നിൽ ഇത്രയും ദിവസം ഏകദേശം 37 ദിവസത്തോളം കടുത്ത സമര പോരാട്ടങ്ങൾ നടത്തി അവസാന നിമിഷം അവർ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷിച്ചതിൽ കൊണ്ടെത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം മാത്രമല്ല, ഈ യുവ സമൂഹത്തിൽ പ്രതീക്ഷ അർപ്പിക്കാം എന്ന് തന്നെ പൊതുസമൂഹത്തിൽ നിന്നും പല വിലയിരുത്തലുകളും വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.